സ്നേഹവന്ദനം. അടിയും പാട്ടും എന്ന വിഷയം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും ഓടിയെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചിൽ നടന്നതായിരിക്കുന്ന സംഭവങ്ങൾ കാണാൻ ഇടയായി. ഒരു ഭാഗത്ത് പാട്ട് പാടുന്നു, ഒരു ഭാഗത്ത് അടി നടക്കുന്നു. അതവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാകാം. എങ്കിലും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നു എന്ന്. ഒരു മേശയ്ക്ക് ചുറ്റും പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ധാരാളം ആളുകൾ അത് കൈമാറി അനേകർക്ക് നൊമ്പരങ്ങളും വേദനകളും അപമാനത്തിനും അപവാദങ്ങൾക്കുമൊക്കെ ഇടയാകാൻ സാധ്യത വന്നു. അത് പറയാനല്ല ഞാൻ വന്നത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസും ശീലാസും. പൗലോസ് 1-ാം നൂറ്റാണ്ടിൽ നല്ല ഒരു മിഷണറിയായിരുന്നു. മിഷണറി വേലയെന്ന് പറയുമ്പോൾ പ്രാർത്ഥന അതൊരു മിഷൻ ഫീൽഡാണ്. കൺവെൻഷൻ അതൊരു ഫീൽഡാണ്. പ്രയർ മീറ്റിങ്ങുകൾ അതൊരു ഫീൽഡാണ്. വ്യത്യസ്തമായ തലങ്ങളിലൂടെ ശുശ്രൂഷയിൽ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ലഭിക്കപ്പെട്ടതായ അനുഭവങ്ങളാണ് മിഷൻ ഫീൽഡ്. അങ്ങനെയുള്ളതായിരിക്കുന്ന മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു പൗലോസ്. തൻ്റെ ശിഷ്യനായിരിക്കുന്ന ശീലാസ് ഒരിക്കൽ ഒരു പട്ടണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ അവരെ ശക്തമായി ഒന്നിലധികം പ്രാവശ്യം നോക്കിയതുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി അവരിലുണ്ടായിരുന്ന ദുർബോധങ്ങൾ വിട്ടുപോയി. അപ്പോൾ അധികാരികൾ പൗലോസിനെയും ശീലാസിനെയും ആ പട്ടണത്തിൽ വെച്ച് കോലുകൊണ്ടടിച്ചു. അവരെ ശരീരം മുറിവേറ്റു. ശക്തമായ മുറിവുകളാൽ അവരെ ബന്ധിച്ച് അവരെ അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. അധികാരികൾ അവരെ കാരാഗൃഹത്തിലടച്ചു. 2 കൈകളും കാലുകളും ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ രാത്രിയിൽ അവർ ചങ്ങലയുടെ താളത്തിനനുസരിച്ച് കിലുക്കത്തിനനുസരിച്ച് അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ പാടി അവർ മഹത്വപ്പെടുത്തി. അപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരാഗ്രഹ പ്രമാണി അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീടൊന്നടക്കം ആനന്ദിച്ചു. ആനന്ദകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കപ്പെടുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, കുടുംബജീവിതം ശാശ്വതമായ പ്രത്യാശയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകാം. സർവകൃപാലുവായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും നടത്തുകയും ചെയ്യുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.